ഹലോ ഗൈസ്, ഫ്രൈഡേ ബ്ലോഗ് സീരീസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇങ്ങനെ തന്നെ ഇങ്ങനെയാക്കാൻ പോകണം. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, എനിക്കും കളിച്ചു മോനെ താടി. അപ്പോൾ നമ്മളിന്ന് താടി പഠിക്കാൻ പോകണം. ഈ സാധനം ഉപയോഗിച്ച് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, എന്താവോ. ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ മൂഞ്ചൽ. പകുതി എത്തിയപ്പോൾ സാധനം ചത്തു, ചാർജ് തീർന്നു. പ്ലാൻ എ മൂഞ്ചി സ്ഥിതിക്ക് ഇനി പ്ലാൻ ബി. ഇതായാലും മതി, ആർക്കും കാണാൻ പറ്റാത്ത 2 രോമം പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ നാണല്ലോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മുടി വെട്ടാൻ പോവാം. ഇനി നമ്മൾ കുപ്പായ മാറാൻ പോവാണ്. നാണുള്ളവരെല്ലാം കണ്ണു കുത്തിക്കും, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ കുത്തിക്കോളാം. അങ്ങനെ കുപ്പായ മാറി. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ നടക്കാം. ഇപ്പോൾ ഇവിടെ സമയം രാവിലെ 8:51. അപ്പോൾ സമയം ഇഷ്ടംപോലുണ്ട്. നമുക്കൊരു ചായ കുടിച്ച് പയ്യെ കൊണ്ട് നീങ്ങാം. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഇതാണ് നമ്മുടെ കാക്ക. അങ്ങനെ കാക്കയുടെ വിശേഷങ്ങളൊക്കെ തിരക്കി കാക്കയെ സോപ്പിട്ട് ചായ കുടിക്കാനുള്ള 1 രൂപ മേടിച്ച്. നല്ലൊരു മനുഷ്യൻ. ചായ കുടിക്കാൻ കാശ് ചോദിച്ചപ്പോൾ ഇഞ്ചി കുടിച്ചോ കുഞ്ഞാന്നും പറഞ്ഞ് എനിക്ക് കാശ് എടുത്ത് തന്നു. അങ്ങനെ കാശ് മേടിച്ച് ഗ്ലാസ് എടുത്ത് മെഷീനിൽ വെച്ച് ആ കാശ് എടുത്ത് മെഷീനിട്ട് കുത്തും കൊടുക്കും. അപ്പോഴത്തേക്ക് വന്ന് മോനെ ചായ എടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ കാശ് തന്നിട്ട് പോ കുഞ്ഞാന്നൊരു വിളി. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന പൈസ അവിടെ കൊടുത്തു. ആ ചായയും കുടിച്ച് റോട്ടിൽ കൂടി നടത്താം. ആഹാ അന്തസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്തസ് തീർന്നുപോയി. പിന്നെ വെയിലുമായിട്ട് ലിപ് ലോക്ക് ചെയ്ത് നമ്മൾ മുടിയിട്ടുന്ന കടയിലെത്തി. ഇവിടെയാണ് ഇന്നത്തെ ദിവസത്തെ 4ാമത്തെ മൂഞ്ചൽ. വേറൊന്നുമല്ല, മുടിയിട്ടുന്ന മലയാളി ചേട്ടൻ ലീവാണെന്ന്. ഈ ബംഗാളി ചേട്ടൻ അന്ന് ഹിന്ദി മാത്രമേ അറിയാൻ പാടുള്ളൂ. എൻ്റെ മുഖത്ത് കാണുന്ന വിഷമം വേറൊന്നുമല്ല, മുട്ടയടിക്കേണ്ടി വരുമോ എന്നുള്ളത് ചെറിയ പേടിയാണ്. ഞാൻ ഹിന്ദി ഇംഗ്ലീഷും മലയാളം എല്ലാം കൂടി മിക്സ് ചെയ്ത് എന്താണ്ടൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളി അത് വെച്ചിട്ട് പണി തുടങ്ങി. ഞാൻ ഡിപ്രഷൻ അടിച്ച് മൂഞ്ചി തെറ്റിയിരിക്കുന്നുണ്ടപ്പോൾ പുറയിരുന്ന പുള്ളി എന്നെ ചിരിപ്പിച്ച് പറയും. പുള്ളി അത് രാജ്യക്കാരനൊന്നും അറിയത്തില്ല, പക്ഷെ പുള്ളിയുടെ സൗണ്ട് നൈസ്. അങ്ങനെ മുടി മൊട്ടയടിക്കേണ്ട അവസ്ഥ വന്നില്ലെന്നും പറഞ്ഞുള്ള സന്തോഷത്തിൽ നടക്കുകയാണ്. ഈ സന്തോഷം അധികം നേരം കാണൂല. അറബാബ് മുഷ്കില്. അറബാബ് കണ്ടു കഴിഞ്ഞാൽ അറബാബ് വെട്ടിക്കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഈ സന്തോഷത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അല്ലെങ്കിൽ പിന്നെ തൊപ്പി ഇതേപോലെ കമത്തി നടക്കണം. പണ്ട് ഇതേപോലെ പേടിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു. മുടി വെട്ടിയിട്ട് സാറുമാര് കാണാതെ ഒളിച്ചും പാത്ത് നടക്കലായിരുന്നു എന്റെ പണി. സ്കൂളിലത്തെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ ടാസ്ക് കഴിഞ്ഞു. പക്ഷേ ശരിക്കുള്ള ടാസ്ക് തുടങ്ങിയത് പിന്നെയാണ്. സജാധാരക്കാരായ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയും ഇവരെയാണ് മെയിനായിട്ട് പേടിച്ചത്. സ്കൂളിലെങ്ങും ഒന്നും അല്ലെന്ന് പിന്നെ തോന്നി. അപ്പൊ ശരിയെന്നാ, ഓക്കെ ബൈ.